ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ചോദിക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ലോഗ്. വളരെ ഹെൽത്തിയും ടേസ്റ്റുമായിട്ടുള്ള ഒരു ഇഡലിയുടെ റെസിപ്പിയും തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയുമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഉഴുന്നും സ്വല്പം ഉലുവയും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അരി കുതിരാനായിട്ട് 4-5 മണിക്കൂറോളമാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നല്ല വൃത്തിയിൽ കഴുകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് സ്വല്പം ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത വെള്ളം തന്നെയാണ്. മിക്സിയുടെ ജാറിലേക്ക് അരിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഐസ് ക്യൂബോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറ് പെട്ടെന്ന് ചൂടാകുന്നത് തടയാൻ കഴിയും. ഇല്ല എങ്കിൽ അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സ്വല്പനേരം ഫ്രിഡ്ജിനുള്ളിൽ വെച്ച് കൊടുത്താലും മതി. ഇനി അരച്ചെടുത്ത മിക്സ് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു പ്രാവശ്യം കൂടി അരച്ചെടുക്കാനുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. അരിയൊക്കെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൈവച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ കൈവച്ച് യോജിപ്പിച്ചെടുക്കുകയാണെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടുന്നതാണ്. ഇനി ഞാനിത് ചൂടാറപ്പെട്ടിയിലേക്കാണ് മാറ്റിക്കൊടുക്കുന്നത്. ചൂടാറപ്പെട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മാവ് വെച്ച് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് തന്നെ സൂക്ഷിക്കുന്നുണ്ട്. മാവ് പെട്ടെന്ന് പുളിച്ച് പൊങ്ങി വരാനുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ് ഇത്. അപ്പം ഞാനിവിടെ പിറ്റേ ദിവസം ഇത് തുറന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് നല്ല രീതിയിൽ തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്നുണ്ടാകും. നല്ല രീതിയിൽ തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി ഞാൻ ഇതുപോലെ 2 ക്യാരറ്റ് തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സവാള ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളക്, സ്വല്പം കറിവേപ്പില, സവാള, ക്യാരറ്റ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവിൽ നിന്നും പകുതിയോളം ഞാൻ വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നും ഒരേ രീതിയിൽ ഇഡലിയൊക്കെ കഴിക്കുമ്പോൾ മക്കൾക്ക് വളരെ വെറുപ്പായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ ഓരോ ദിവസം മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇഡലിയൊക്കെ വളരെ ഇഷ്ടമാവുകയും ചെയ്യും. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് മാവിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. മാവിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ മിക്സ് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുന്നത്. ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ അറിയാതെ തന്നെ കഴിച്ചു പോകും. ഇഡലി തട്ടിൽ മാവ് ഒഴിക്കുന്നതിന് മുന്നോടിയായിട്ട് എണ്ണ തേച്ച് കൊടുക്കുകയാണ് എങ്കിൽ ഇഡലി വളരെ പെട്ടെന്ന് തന്നെ ഇട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കുക. മിക്സ് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇഡലി തട്ടിലേക്ക് ഇതുപോലെ ഓരോ തവ വീതം ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം.
അപ്പോൾ ഇഡലി കുക്കായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല മൊഞ്ചുള്ള സ്വാദിഷ്ടമായ ഇഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ദോശയുടെയും ഇഡലിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തേങ്ങാ ചമ്മന്തിയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 1/2 ടീസ്പൂണോളം ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബൗളിലേക്ക് മാറ്റിക്കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായ സമയത്ത് ഇതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 വറ്റൽമുളക് നടുമുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയാണ്. അതുകൂടി ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഒരിക്കലും ചൂടുള്ള ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന ചമ്മന്തി ചോറിനൊപ്പമാണെങ്കിലും ചപ്പാത്തി, പൊറാട്ട, അപ്പം എന്നിവയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തി തന്നെയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി തന്നെയാണ് ഇത്. ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഉള്ളിയും മുളകും നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തേങ്ങ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചമ്മന്തിയിലേക്ക് ഈ താളിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന ചമ്മന്തി 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ കഴിച്ചു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.